ഒരമ്മ തന്റെ മകൾക്ക് കഴിക്കാനുള്ള ഐസ്ക്രീമില് വിഷം കലർത്തി കൊടുത്ത് ആ ഒരു മകളെ കൊന്നു കളയുന്നുണ്ട്. ചിഞ്ചു സ്നേഹിച്ചിരുന്ന പയ്യനുമായിട്ട് ഫോണിലൂടെ അമ്മ പരിചയപ്പെടുകയും അവർ തമ്മിൽ പിന്നീട് സ്നേഹത്തിലാവുകയും ചെയ്യാണ്. എന്നെക്കാളും വയസ്സിന് ഒരുപാട് താഴ്ന്ന ഒരു പയ്യനായിരുന്നു അത് ചിഞ്ചു കണ്ടുപിടിക്കുന്നുണ്ട്. അമ്മ വർക്ക് ചെയ്യുന്ന അങ്കൽവാടി ചെന്ന് അവിടെ ഉള്ള ഒരു ചേച്ചിയോട് ചിഞ്ചു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ചേച്ചിയും സവിതയെ വിളിച്ച് ചിഞ്ചു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നും നിനക്ക് നാണില്ലേ ഈ ഒരു പ്രായത്തില് ഇങ്ങനെയൊക്കെ ചെയ്ത് നടക്കാന്നും പറഞ്ഞ് സവിതയെ ചീത്ത പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാതെ നാണക്കേട് തോന്നാണ്. ആ ഒരു വിഷമത്തിൽ അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൾക്കൊരു ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. സ്കൂൾ വിട്ട് വന്ന ചിഞ്ചുവും അമ്മയോടുള്ള ദേഷ്യത്തിൽ തന്നെ കയറി പോകുന്നുണ്ടെങ്കിലും അമ്മക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് അറിഞ്ഞ അവളും ആകെ സങ്കടപ്പെട്ട് അമ്മയെ സമാധാനിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് അമ്മ വാങ്ങിക്കൊണ്ടുവന്ന ഐസ്ക്രീം ചിഞ്ചുവിന് കൊടുക്കുന്നുണ്ട്. അന്ന് രാത്രി ചിഞ്ചുവിന് വല്ലാതെ വയറുവേദന എടുക്കുന്നുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ കുടിച്ചു വന്ന് കിടക്കുന്നോണ്ട് തന്നെ എണീക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം സവിത അങ്കൽവാടിയിലേക്ക് പോകുന്നുണ്ട്. ചിഞ്ചു സ്കൂളിലേക്കും പോവാണ്. പക്ഷെ ചിഞ്ചുവിന് സ്കൂളിൽ ചെന്നിട്ടും ആ ഒരു വയറുവേദനയും ഛർദിയും കൂടുന്നുണ്ട്. സ്കൂളിൽ നിന്ന് തന്നെ ആംബുലൻസിൽ കയറ്റി അവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. സവിതയെയും അവളുടെ അച്ഛനെയും വിളിച്ചു പറയുന്നുണ്ട്. അവര് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഇതിനോടകം തന്നെ ചിഞ്ചു മരിച്ചു പോവാണ്. ഇപ്പൊ ഈ ഒരു വിഷമത്തിലാണ് അവളുടെ അച്ഛനും അമ്മയും ഉള്ളത്. അന്ന് രാത്രി അച്ഛൻ തന്റെ കൂട്ടുകാരൻ വരച്ച മകളുടെ ഫോട്ടോ കൊണ്ടുവന്ന് അവള് പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന ടേബിളിലായിട്ട് വെക്കുന്നുണ്ട്. ഇത് കണ്ട അമ്മയും ഒരുപാട് കരയുന്നുണ്ട്. പിറ്റേ ദിവസം അമ്മയുടെ ഈ ഒരു കള്ളക്കാമുകം വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൻ കുറച്ചൊന്ന് സമാധാനിപ്പിച്ച് ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു ട്രിപ്പ് പോകാന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാണ്. പിന്നീട് സവിത വീടെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു മെമ്മറി കാർഡ് അവൾക്ക് കിട്ടാണ്. ആ ഒരു മെമ്മറി കാർഡ് ഫോണിൽ ഇട്ട് നോക്കുന്ന സവിത ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അഖിലും ചിഞ്ചും തമ്മിലുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അതിൽ അവൾ കാണാണ്. അപ്പോൾ അഖില് തന്നെ മാത്രമല്ല തന്റെ മകളെയും ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സവിതക്ക് മനസ്സിലാവാണ്. അവൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവൾ ആ മകളുടെ ഫോട്ടോ പിടിച്ച് നിന്നെ ഞാൻ കൊന്നല്ലോ മോളേന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആക്ച്വലി അവൾ കൊടുത്ത ആ ഒരു ഐസ്ക്രീമില് സവിത തന്നെയാണ് അവളുടെ കള്ളത്തരങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി തന്റെ മകൾക്ക് വിഷം കലർത്തി കൊടുത്തത്. ഇതുകൊണ്ട് തന്നെ ആ ഒരു അമ്മക്ക് മാനസികമായി പ്രശ്നങ്ങൾ വരാണ്. പോരാത്തതിന് ടിവിയിൽ ഒരു ന്യൂസും കാണുന്നുണ്ട്. ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് അനാശാസ്യ പ്രവർത്തനങ്ങളും കഞ്ചാവുമായിട്ട് അഖിൽ എന്ന് പറഞ്ഞ ഒരു പയ്യനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട്, അതായത് അഖിലിന് ഇത് തന്നെയായിരുന്നു പരിപാടി. സവിത കൂടുതൽ ഡിപ്രഷനിലേക്ക് പോവുകയും അവൾക്ക് മാനസികമായിട്ട് വല്ലാതെ പ്രശ്നം വരെയും ചെയ്യാണ്. ഈ ഒരു മൂവിയുടെ ഫുൾ പാർട്ട് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.